പട്ടയ്ക്ക് നമുക്ക് നമ്മുടെ ഇവിടെ തയ്ക്കുന്ന 2 കഷ്ണം തുണി കിട്ടിയിട്ടുണ്ട്. ഒന്ന് തുണി വെച്ചിട്ടുണ്ട്, വേറെ ഏകദേശം സെയിം കളർ തുണി. തുണികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അടിയിൽ ഉൾഭാഗത്ത് ഇത്തിരി കട്ടിയുള്ള തുണി വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസിന് ഭംഗി കൂടുതൽ കിട്ടും കേട്ടോ. പതിച്ചടിക്കുക. രണ്ട് പട്ടയും ഒരുപോലെ നമ്മൾ ഉണ്ടാക്കണം. എന്നാലാണ് ഭംഗിയൊക്കെ, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പട്ട വെച്ചതിന് ശേഷമാണ് ആ ഫ്രണ്ടിലത്തെ പീസ് കട്ട് ചെയ്ത് കളയണുള്ളൂ. അതായിരിക്കും കുറേ കൂടിയും നല്ലത്. മെയിൻ ടെക്കിൻ്റെ മേലെ ടൈപ്പ് വരാത്ത വിധത്തിൽ ശ്രദ്ധിക്കുക. ടൈപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് അത് ഇടുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ ഇത് ഈ കട്ടോരി എന്ന് പറയുന്നത് സാധാരണ ബ്രേസിയറൊക്കെ ഉപയോഗിക്കാതെ കൊണ്ട് നേരിട്ട് ഇടാനുള്ള ഒരു സംവിധാനം കൂടിയാണ്. അതിനാണ് ഈ ക്രോസ് പീസൊക്കെ വെച്ച് ഒരു ടെക്കിലിട്ട് അവർക്ക് ഭംഗിയായിട്ട് ഇട്ട് നടക്കാൻ സാധിക്കും. സാധാരണ ബ്ലൗസിനേക്കാളും ഒരു 2 ടിക്ക് കൂടുതൽ പൈസ വാങ്ങിക്കാവുന്ന ഒരു ബ്ലൗസാണ്. ഇത് ടീച്ചറെ ശീലമായവർ പിന്നെ ഇങ്ങനത്തെ ബ്ലൗസിനെ ഇടുള്ളൂ അല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു സാധാരണ ബ്ലൗസ് ഉപയോഗിക്കില്ല. ഇത് കണ്ടില്ലേ, ഇപ്പോൾ സാധാരണ ബ്ലൗസിൻ്റെ ആ ലുക്ക് വന്നു.
ഇനി സാധാരണ ബ്ലൗസ് തയ്ക്കണ മാതിരി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് ഓക്കെ. ഇതാണ് കട്ടൊരു ബ്ലൗസ്. ഇനിയിപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ ബ്ലൗസ് നമുക്ക് തയ്ക്കാൻ കാണിച്ചതാണ്. ഒന്നുകൂടി കഴിയുമ്പോൾ കഴിഞ്ഞാൽ അത് വീണ്ടും വേണമെങ്കിൽ കാണിക്കാം. അയിപ്പട്ട, പൂക്കുപട്ട, അയിപ്പട്ട വയ്ക്കാനാണ് അടുത്ത പണി. നമ്മൾ കസ്റ്റമർ പറയണ മാതിരിയാണ് തയ്ക്കുക. ഇതിലവർ കുളത്ത് വെക്കണതിന് അയിപ്പട്ട അതായത് വി മാതിരിയുള്ള കട്ടിങ് വേണ്ട, അവർ തുന്നി കൊടുത്താൽ മതി പറഞ്ഞിട്ട് നമ്മൾ തുന്നി കൊടുക്കണം. ഇത് ഹുക്ക് വയ്ക്കണ ഭാഗമാണ്. ഹുക്ക് വയ്ക്കുന്നത് നല്ല വശത്തു നിന്ന് ഉള്ളിലേക്കാണ് മറിക്കേണ്ടത്. ബാക്ക് കഴുത്തിൻ്റെ പണി കഴിഞ്ഞ കാരണം ഇനി ഫ്രണ്ട് നമ്മൾ ക്രോസ് പീസ് വെച്ച് ഭംഗിയാക്കണം. സാധാരണ ഇപ്പോൾ ഫ്രണ്ട് ബാക്കും കൂട്ടിയിട്ട് ഒരുമിച്ചാണ് നമ്മൾ സാധാരണ ക്രോസ് പീസ് വെച്ച് തയ്ക്കുക. ഇതിപ്പോൾ ബാക്കിന് പീസ് ആ ഡിസൈനൊക്കെ വെച്ചത് പണി കഴിച്ചു. ഇനി നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ തനിയെ ഇപ്പോൾ ചെയ്യേണ്ടി വന്നു. ബ്ലൗസ് ഷോൾഡർ തയ്ക്കുകയാണ്. സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ കൈ പിടിപ്പിക്കാൻ പോണത് കേട്ടോ.
കൂട്ടി തയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്നുകൂടി ഒന്ന് അളന്ന് നോക്കിയിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇതൊക്കെ യോജിപ്പിക്കുന്നതിന് മുന്നേ ഇപ്പോൾ ഈ ടൈമിലായിട്ട് നമ്മൾ ഓവർലോക്കൊക്കെ ചെയ്യും. പക്ഷെ നമുക്കത് സമയം നോക്കിയിട്ടാണ് അപ്പോൾ അത് ചെയ്യാൻ വിട്ടുപോയിരിക്കുന്നത്. അവസാനം ചെയ്ത് കൊടുക്കും. അത് തയ്ച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അളവൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് ശേഷം മാത്രം നമ്മൾ ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കൈ പിടിപ്പിക്കാൻ ആദ്യം കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് പറയണതിൽ തയ്ക്കുക. ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു. ഇനി അത് തുന്നാളത് മാത്രമല്ല ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അത് താങ്ക് യു പറഞ്ഞോ. Thank you.